ഹലോ ഗെയ്സ്, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി ദേവയാനി നയനെ കാണാനായിട്ട് ഒരിടത്ത് വണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നയനെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ട്, കണ്ടില്ലേ അമ്മ ഇന്ന് ആദർശിനെ എൻ്റെ അമ്മ കുറ്റപ്പെടുത്തുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വന്നു, അമ്മയ്ക്ക് സങ്കടം വന്നില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും. മോളെ, ആദർശ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാം, അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാലും എൻ്റെ അമ്മയാണെങ്കിൽ പോലും എൻ്റെ ആദർശേട്ടനെ ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ഞങ്ങളാണെങ്കിൽ ഇനിയും വീട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ ചെല്ലുന്ന സമയത്തും അച്ഛനും അമ്മയും ഇതൊക്കെ വെച്ച് ഇവരോട് ആദർശനോടൊക്കെ വല്ലതൊക്കെ പറയില്ലേ? അത് കേൾക്കുമ്പോൾ എനിക്ക് തിരിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. സത്യം അവരറിയത്തില്ലാത്തോളം കാലം ഇതിങ്ങനെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാമ എന്നൊക്കെ പറയും. എന്തായാലും അതിപ്പം പറയേണ്ട ആവശ്യമില്ല. കാരണം ആദർശല്ല തെറ്റുകാരനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണ് അടുത്ത തെറ്റുകാരനെന്ന് പറയേണ്ടി വരും. അത് അഭിയാണെന്ന് അറിയുന്നതും അവർക്ക് സങ്കടം തന്നെയല്ലേ? കാരണം അഭി അവരുടെ മരുമകൻ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കും. അതാണ് എന്നെ ഏറ്റവും കുഴപ്പിക്കുന്ന കാര്യം. എന്തായാലും ഇതിങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നതിനിടെ എനിക്ക് താല്പര്യമില്ല അമ്മേ, ആദർശേട്ടനെ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് ദേവയാനി പറയും, എന്തായാലും പോകുന്നോടം വരെ ഇങ്ങനെ പോട്ടെ, മോള് സങ്കടപ്പെടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ജലജ അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തിരുമേനി ഇറങ്ങി വന്ന് പ്രസാദമൊക്കെ കൊടുക്കുമ്പോഴത്തേന് ജലജ 100 രൂപ കൊടുക്കും. എന്നിട്ട് പറയും, ഇത് 100 രൂപ ഉണ്ട് കേട്ടോ എന്ന്. അതെന്താ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയും, അല്ല ഇന്ന് ഞാൻ 10 രൂപ നോക്കെ അല്ലേ തരുന്നത്, ഇന്ന് 100 രൂപ തന്നിട്ടുണ്ടെന്ന് പറയും. എന്താ ചില്ലറ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഓ അതൊന്നുമില്ല, അത് തിരുമേനി എടുത്തോ. പിന്നെ എൻ്റെ ദേവേടത്തി ഇങ്ങോട്ട് വന്നായിരുന്നല്ലോ, ദേവേടത്തി മരുമോൾ ഒരുമിച്ചാണോ വന്നെന്ന് ചോദിക്കും. ഇല്ല, ആദ്യം അമ്മായിമ്മ വന്നു, പിന്നെ മരുമോൾ വന്നെന്ന് പറയും. എന്നിട്ട് കനക എപ്പോഴാണ് വന്നെന്ന് ചോദിക്കും. അത് പിന്നീടാണ് വന്നെന്ന് പറയും. ഇവർ അമ്മായിമ്മയും മരുമോളും എപ്പോഴും ഇവിടെ വരാറുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ അവർ മിക്ക ദിവസങ്ങളിലും ഒരുമിച്ച് വരാറുണ്ട്, തൊഴുതുകയും അർച്ചനയൊക്കെ നടത്താറുണ്ട്. ഇന്ന് പോലും ദേവയാനി മരുമകളുടെ പേരിൽ അർച്ചന നടത്തിയാരെന്ന് പറയും. നയന മകയിരോ എന്നൊക്കെയാണോ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ, അങ്ങനെ തന്നെയാണ് പറഞ്ഞെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും ജലജ അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് പറയും, എന്നും വരാറുണ്ടല്ലേ, അർച്ചനയൊക്കെ എന്നും കഴിപ്പിക്കാറുണ്ടല്ലേ എന്ന് നിൽക്കും. വരുന്ന ദിവസങ്ങളിലെല്ലാം അമ്മായിയമ്മ മരുമോൾക്ക് വേണ്ടി അർച്ചന കഴിപ്പിക്കാറുണ്ടെന്നൊക്കെ പറയും. അല്ല എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അവരമ്മായിമ്മയും മരുമോളും അല്ലേ, അവരെപ്പോഴും ഒരുമിച്ച് വരുന്നതിൽ എന്താ ഇത്ര കുറ്റമെന്നൊക്കെ തിരുമേനി ചോദിക്കുമ്പോഴത്തേന് ജലജ പറയും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ ദേവിയെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ദേവി, നീ ഭയങ്കര ശക്തിയുള്ള ദേവി തന്നെയാണ്, സത്യം എൻ്റെ മുമ്പിൽ തെളിയിച്ചു തന്നല്ലോ എന്നൊക്കെ. അറിഞ്ഞ കാര്യം പറയാനായിട്ട് ജലജ ഓടിയാണ് അനാമികയുടെ അടുത്ത് എത്തുന്നത്. എന്നിട്ട് പറയും, മോളെ എല്ലാം സത്യവും അറിഞ്ഞു, മോളെ എല്ലാം പിടിച്ച് ഞാൻ എന്താണെന്ന് ചോദിക്കും. അതേ, അമ്മായിയമ്മയും മരുമോളും ഭയങ്കര സ്നേഹത്തിലാണ്, ഒരുമിച്ച് അമ്പലത്തിൽ വരികയും അർച്ചന നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. വെറുതെ അല്ല അവൾ എന്നെ ഇപ്പോൾ ഒരുപാട് അപമാനിച്ചിട്ട് പോയെന്ന് പറയും. ഇനിയിപ്പോൾ അപമാനത്തിൻ്റെയൊക്കെ ശക്തി കൂടും മോളെ, അതുകൊണ്ട് മോളിനി സൂക്ഷിച്ചോ, നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ഇവർ വണ്ടിയെ കയറി പോരുന്നുണ്ട്. ഈ സമയം മുത്തച്ഛനോട് മുത്തശ്ശി ഇരുന്ന് പറയുന്നുണ്ട്, അനാമികയും തമ്മിൽ എപ്പോഴും വഴക്കും ഒരുപാട് അകൽച്ചയിലുമാണ്, അവരോട് ഒന്ന് ഉപദേശിക്കണമെന്നൊക്കെ പറയും. ഞാൻ ഉപദേശിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് അവരാരും മൈൻഡുന്നേ ഇല്ല, ഞാൻ ജയനോടും അജയനോടും ആദർശിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. എന്തായാലും ഈ അവരുടെ ജീവിതം ഡൈവോഴ്സിലോട്ട് എത്താതെ നമുക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നവി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം നവി പറയും, എനിക്ക് മുത്തച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. എന്താ മോളെ, പറഞ്ഞോളാൻ പറയും. അത് പിന്നെ ഇപ്പം അബി എന്നെ നന്നായിട്ട് നോക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്, അപ്പോൾ അബിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ എന്താ ഇതുവരെ ഒരു നടപടി എടുക്കാഞ്ഞെന്നൊക്കെ ചോദിക്കും. ഇപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞില്ലേ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. ഉടനെ മുത്തശ്ശൻ പറയും, അതൊക്കെ ആദർശ മോളെ നോക്കുന്നതെന്ന് പറയും. ആദർശം എന്നാൽ മനഃപൂർവ്വം ഞങ്ങൾക്കത് തരാത്തതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ 3 ബ്രാഞ്ചാണല്ലോ അനിയെ ഏൽപ്പിച്ചിരിക്കുന്നത്, പക്വതയില്ലാത്ത അവന് 3 എണ്ണം കൊടുക്കാമെങ്കിൽ ഒരു കുടുംബമൊക്കെ ആയി കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് ഒരെണ്ണം തരാത്തെന്നൊക്കെ ചോദിക്കും. അതെന്തായാലും ആദർശിനോട് ഞാൻ പറഞ്ഞ് തന്നോളാം എന്നൊക്കെ പറയും. ആദർശേട്ടനാണെങ്കിൽ വലിയൊരു തെറ്റ് ചെയ്തവനാ, എന്നിട്ടും ആദർശേട്ടനെതിരെ ഒരു നടപടിയും മുത്തശ്ശൻ എടുത്തില്ല, MD സ്ഥാനത്തൊന്നും മാറ്റിയിട്ടുമില്ല. ഇതൊക്കെ എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങളോടാണെങ്കിൽ ഇത് ഒരു ബ്രാഞ്ച് തരാമെന്ന് പറഞ്ഞിട്ട് പോലും തരുന്നുമില്ല എന്നൊക്കെ പറയും. ഇവിടെ എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത്, അതിനെല്ലാം കാരണക്കാരി നയനയല്ലേ എന്ന് ചോദിക്കും. അതെ, നയനമോളാണ് അതിന് കാരണം, അതുകൊണ്ടല്ലേ മോളെ ഞങ്ങൾ ഈ വീടിൻ്റെ താക്കോൽ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതെന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്. ഉടനെ പറയും, അത് അവളുടെ സന്തോഷമായിട്ട് അവളങ്ങ് കരുതുന്നെങ്കിലും ഇവിടുത്തെ സന്തോഷം പോലെ അല്ലല്ലോ എൻ്റെ വീട്ടിൽ, ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും എനിക്ക് എൻ്റെ വീട്ടിലുണ്ടെന്നൊക്കെ പറയും. ഗോവിന്ദനും കനകയും ഞങ്ങളെ വിളിക്കുമ്പോൾ പരാതിയൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ മുത്തശ്ശൻ പറയും. എന്നിട്ട് ചോദിക്കും, നന്ദു ഇതൊക്കെ വിശ്വസിച്ചോന്ന്. അവൾ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല, അവൾ പറയുന്നത് ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യില്ല എന്നാ പറഞ്ഞെന്ന് പറയും. അതാണ് ഞാൻ പറയുന്നത്, അവൾക്കൊരു SI ആകാനുള്ള എല്ലാ കഴിവുകളും ഉണ്ടെന്ന്. അതെന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. അല്ല, സത്യം തിരിച്ചറിയാനുള്ള കഴിവ് അവൾക്കുണ്ടെന്ന് പറയും. അതെന്താ
ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ചോദിക്കും. മോള് ആദർശിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാതെ സത്യം തന്നെത്താൻ തിരിച്ചറിയാൻ നോക്ക്, അപ്പോഴത്തേനും എല്ലാം ശരിയായിക്കോളും. തൽക്കാലം മോളി എല്ലാം പറഞ്ഞു വിടുവാണ് നവിയെ. അന്നേരത്തേനും മുത്തശ്ശി പറയുന്നുണ്ട്, നവിയെ ഇപ്പം അഭിയെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്, അവൻ്റെ തനി സ്വഭാവം അറിയത്തില്ലാതെയാണല്ലോ എന്ന്. അത് പിന്നെ നയനയും നവിയൊക്കെ ഇവിടെ വന്ന് കയറിയ സമയത്ത് കനകയും നവിയൊക്കെ ഒരുപാട് അഹങ്കരിച്ചിരുന്നു. ഇവിടുത്തെ സ്വത്തിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോഴും ആർത്തി മാറിയിട്ടുള്ള ആൾ ഒന്നും അല്ല നവ്യ. ചെറിയ സ്വഭാവ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അവൾക്ക് പറ്റിയൊരു ഭർത്താവിനെയുമാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ കോടികളൊന്നും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരാളാണ് നയന. അപ്പം ആ നയനയ്ക്ക് പറ്റിയൊരു ഭർത്താവായ ആദർശിനെയും കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ പറയും. പിന്നെ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിൽ നമ്മുടെ പൂർവികരുടെ പ്രാർത്ഥനയായിരുന്നിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയോട്. പിന്നീട് കാണിക്കുന്നത് നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പാണ്. അപ്പം ഒരുപാട് എക്സസൈസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നന്ദുവിന് അങ്ങ് ക്ഷീണമാണ്. നന്ദു ഉടനെ അവിടെ പോയി ഒരിടത്തോട്ട് മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിനർ അത് കണ്ടിട്ട് അങ്ങോട്ട് വന്ന് പറയും, നീ ഇങ്ങനെ മാറിയിരിക്കാനൊന്നും പറ്റത്തില്ല, ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ആർക്കും അങ്ങനെ പ്രത്യേക പ്രിഫറൻസ് ഒന്നുമില്ല, നീ വന്ന് എക്സസൈസ് ചെയ്യാൻ പറയും. സാറ് എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, എനിക്കൊട്ടും വയ്യാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇരുന്നെന്ന് പറയും. അതൊന്നും പറ്റത്തില്ല, നീ നിനക്ക് ഒരു കുഴപ്പമില്ല, നീ ഇപ്പോൾ ഒരാളെ അടിച്ചിട്ടിട്ട് ഇരുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ നിനക്ക് പ്രശ്നമൊന്നുമില്ല, അത്ര ആരോഗ്യമുള്ളവളല്ലേ നീ എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ എന്തായാലും അകത്തുള്ള ട്രെയിനിങ് മതിയാക്കി പുറത്ത് 4 കിലോമീറ്റർ ഓടാൻ പോകാമെന്ന് പറയും. അപ്പോൾ കൂട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട്, നിന്നെക്കൊണ്ട് ഓടാനൊക്കെ പറ്റുമോയെന്ന്. എനിക്ക് വയ്യടി, എനിക്ക് ഒട്ടും വയ്യെന്ന് പറഞ്ഞ് നന്ദു ഉടനെ ഒരു സ്ഥലത്തിരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ഒരു ബൈക്ക് വന്ന് നിന്ന് ഹെൽമെറ്റ് വരുമ്പോട്ട് അനിയാണ്. അനിയെ കണ്ടു കഴിയുമ്പോഴത്തേനും നന്ദു അങ്ങ് ഞെട്ട് കാണും. അയ്യോ നീ എന്താ ഇവിടെ, നീ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദു. അപ്പോൾ അനി ചോദിക്കും, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് എനിക്ക് ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രെയിനർ ഇവരെ കാണുന്നത്. ട്രെയിനർ ഒന്ന് തിരിച്ച് വന്നിട്ട് പറയും, പുറത്തിറങ്ങിയപ്പോഴത്തേന് പരിചയക്കാരോടൊക്കെ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. ഇതെൻ്റെ ഒരു ബന്ധുവാണെന്ന് പറയുന്നുണ്ട് നന്ദു. ഉടനെ അയാൾ മനസ്സിലോർക്കുന്നുണ്ട്, വേണു പറഞ്ഞ് ചെറുപ്പക്കാരൻ ഇതായിരിക്കുമോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലിങ്ങനെ ഓർത്തിട്ട് അനിയോട് പേരും ചോദിക്കും. എന്നിട്ട് പറയാം, എന്തായാലും മതി, ഇനി ഓടാൻ വരാൻ പറയും. ഉടനെ അനി പറയുന്നുണ്ട്, സാറ് അവൾക്ക് ഒട്ടും വയ്യാഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നീ വീട്ടിൽ കൊണ്ടുപോയി ക്ഷീണമൊക്കെ മാറ്റിയിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നന്ദുവിനെ വിളിച്ചുകൊണ്ടങ്ങ് പോവും. അപ്പോഴത്തേന് അനി ഇങ്ങനെ നോക്കി നിന്നൊക്കെയാണ്. അന്നേരത്തേന് അനി മനസ്സിലോർക്കുന്നുണ്ട്, ഇവൾക്ക് ഒട്ടും വയ്യല്ലോ, ഇവൾക്ക് ഇവിടെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കുമെന്നൊക്കെ. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന നന്ദു ഇങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അനിയെ. അപ്പോൾ അനി ഇങ്ങനെ നന്ദുവിനെ നോക്കി സങ്കടപ്പെട്ട് ഇങ്ങനെ ബൈക്കിൽ ഇരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.